ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ MNS ഇൻ്റർവ്യൂ സ്റ്റോറീസ് ആണ്. ആക്ച്വലി ഒന്നും അറിയാതെ അവിടെ ചെന്നു, നമ്മൾ കുറേ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ട് തിരിച്ച് വരിക, അങ്ങനെ ഒന്നായിരുന്നു. കാരണം ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ തപ്പി ഇതിനെപ്പറ്റി എന്തോ പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നീഡ് എഴുതി ഇങ്ങനെ അലോട്ട്മെൻറ്റിന് വരുന്നതിന് മുമ്പ് തന്നെ ഒരു ആർമിയോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ഞാൻ അപ്ലൈ ചെയ്താണ്. അവിടെ ചെല്ലുന്നതിന് മുമ്പ് കുറച്ച് പ്രിപ്പറേഷൻ എന്തായാലും വേണമല്ലോ. അതിനുവേണ്ടി ഞാൻ കുറേ തപ്പിയപ്പം എനിക്കങ്ങനെ ഒരു വീഡിയോ കിട്ടിയില്ല. എനിക്കൊരു ചേച്ചിൻ്റെ കിട്ടി, പക്ഷേ 4 വർഷം മുമ്പായിരുന്നു. അന്ന് ആ ചേച്ചിക്ക് നീറ്റ് ഇല്ലായിരുന്നു. സോ ഞാനത് അപ്പോൾ ഞാൻ വിചാരിച്ചാണ് ഓക്കെ അവിടെ പോയിട്ട് വന്നിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം. എന്തായാലും നെക്സ്റ്റ് ഇതിന് അപ്ലൈ ചെയ്യുന്ന ഒരു കുട്ടികൾക്കത് സഹായമായിരിക്കും. കാരണം ഹിന്ദിയിൽ കുറേ വീഡിയോസ് ഉണ്ട്, ബട്ട് ആക്ച്വലി മലയാളത്തിലൊന്നുമില്ല. അപ്പം എനിക്ക് തോന്നി ഇറ്റ്സ് എ ഗ്രേറ്റ് കണ്ടൻറ് ഐഡിയ ഓൾസോ. ഓക്കെ, ഞാൻ അവിടെ ആദ്യം എന്ന് വെച്ചാൽ ഡൽഹിയിൽ ചെല്ലണം. എനിക്ക് ഡൽഹിയിലായിരുന്നു, എല്ലാവരും വിളിക്കുന്ന ഡൽഹിയിലാണ്. എൻ്റെ ഡേറ്റ് അതായത് ജൂലൈ 28 തൊട്ട് ഓഗസ്റ്റ് 12 വരെയായിരുന്നു. അത് ഓരോ വർഷം വേണം മാറാം. സോ എനിക്ക് കിട്ടിയത് ഓഗസ്റ്റ് 2-ാം തീയതി ആയിരുന്നു. ഞാൻ അവിടെ ചെന്നു ആൻഡ് എത്തിക്കഴിഞ്ഞ് ഞാനവിടെ ഓൾറെഡി ഓൺലൈനിൽ ഞങ്ങൾ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തു. അവിടെ താമസിച്ചു. അതിൻ്റെ 6 കിലോമീറ്റർ കണ്ട് അടുത്തായിരുന്നു. അവിടെ ഞങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. കാരണം ഞങ്ങളോട് റിപ്പോർട്ട് ചെയ്യുന്ന ടൈം 7 മണിയെന്ന് പറയും. ഞങ്ങൾ 1 മണിക്കൂർ മുമ്പ് എത്തി. ഇറ്റ് ഈസ് സേഫ് 1 മണിക്കൂർ മുമ്പ് എത്തണം. കാരണം 6:30 ആകുമ്പോഴേ അവർ ലൈൻ നിർത്തി അകത്തേക്ക് കൊണ്ടുപോകും. അപ്പം നമ്മൾ സമയം പാലിക്കണം. കാരണം ആർമിയാണ്, ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവർ നമ്മൾ ലേറ്റ് ആവും തോറും നമ്മളെ സ്കോൾഡ് ചെയ്യാൻ, അതായത് നമ്മളെ വഴക്ക് പറയാൻ ചാൻസ് കൂടുതലായിരിക്കും. അതിൻ്റെ അകത്ത് ഭയങ്കര വഴക്ക് പറയലൊക്കെ ആയിരിക്കും. കാരണം അവരും സ്ട്രെസ്ഡാണ്. നമ്മളെല്ലാ ഫിസിക്കലല്ല മെഡിക്കലെല്ലാം നോക്കുന്നതും MNSമാർ തന്നെയാണ്. സോ അവർ ഭയങ്കര സ്ട്രെസ്ഡായിരിക്കും. ഒരുപാട് കുട്ടികളുണ്ടാവും. എൻ്റെ ബാച്ചിൽ ഏകദേശം 100ൻ്റെ അടുത്തോളം കുട്ടികളുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് എവറിത്തിങ് ഞങ്ങളോട് ലൈൻ നിൽക്കാൻ പറഞ്ഞു. അത്യാവശ്യം അഡ്മിറ്റ് കാർഡിൽ പറയാത്തൊരു കാര്യമുണ്ട്, ബ്ലൂ പെൻ എന്തായാലും കൊണ്ടുപോകണം. ഞാൻ അവർക്കൊന്ന് വലങ്ങി. കാരണം ഞാൻ ഒരു മാമിനോട് പറഞ്ഞു എനിക്ക് ബ്ലൂ പെൻ ഇല്ലാന്ന് പറയുമ്പോൾ എന്നോട് ചൂടാവും. അല്ലാതെ നമുക്ക് ആ ബ്ലൂ പെൻ എവിടെ നിന്നെങ്കിലും ഒപ്പിച്ച് തരുമൊന്നുമല്ല ചെയ്തത്. സോ ബ്ലൂ പെൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ക്യാരി വിത്ത് യു. അത് അഡ്മിറ്റ് കാർഡ് മെൻഷൻ ചെയ്തില്ല. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡിൽ 3 കോപ്പി അഡ്മിറ്റ് കാർഡ് വേണം. 3 കോപ്പി. ആ 3 കോപ്പിയിലും ഫോട്ടോ ഒട്ടിക്കുകയും വേണം. അതുപോലെ തന്നെ സൈൻ ചെയ്യുകയും വേണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ അവിടെ ചെന്നിട്ടാണ് സൈൻ ചെയ്തപ്പോഴത്തേക്കും ഞാൻ സെൽഫ് അറ്റസ്റ്റ് എന്ന് കണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് ഞാൻ സൈൻ ചെയ്തില്ല. എന്നോട് അമ്മ പറഞ്ഞത് ആവും വിധം ഒപ്പിട്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഞാൻ അവിടെ ചെന്നിട്ട് ഒപ്പിടാൻ വേണ്ടി ഞാൻ എന്തൊക്കെ വെപ്രാളാക്കിയെന്നറിയോ. കാരണം എൻ്റെ ബ്ലൂ പെന്നില്ല. ഞാനൊരു ബ്ലാക്ക് പെന്നുമായിട്ടാണ് പോയത്. ബ്ലൂ പെൻ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് കാരണം നമുക്ക് 3 അതായത് നമ്മൾ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ചെയ്യാനുണ്ട്. നമുക്ക് ഒരു പെൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ടു ക്യാരി ആൻഡ് എസ്പെഷ്യലി ബ്ലൂ പെൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. എന്നിട്ട് ഒരു ഗ്ലൂ കൂടെ വേണം ഫോട്ടോ ഒട്ടിക്കാൻ വേണ്ടി. പലയിടത്തും നമുക്ക് ഫോട്ടോ ഒട്ടിക്കാനുണ്ട്. നമുക്ക് 2 ബുക്ക്ലെറ്റ്സ് തരും. സോ എന്നിട്ട് ഞാൻ വഴിയേ പറയാം. എന്നിട്ട് ഞാൻ ലൈനിൽ നിന്ന് പോയി. ഞങ്ങൾ എന്നിട്ട് നമ്മൾ ചെന്നിരിക്കുമ്പോൾ തന്നെ അവരെന്താ തരുന്നത് വെച്ചാൽ 2 ബുക്ക്ലെറ്റ്, എലിജിബിലിറ്റി ബുക്ക്ലെറ്റ്. അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യാനൊരു ബുക്ക്ലെറ്റ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് കൊണ്ടുവന്നത് എലിജിബിലിറ്റി ബുക്ക്ലെറ്റും കിട്ടും. പിന്നെ ഒരു മെഡിക്കൽ ബുക്ക്ലെറ്റും കിട്ടും. അപ്പോൾ ഇത് 2 ഫില്ല് ചെയ്യുന്നുള്ള നമ്മുടെ പരിപാടി. അത് ഏറ്റവും വേഗം ഫില്ല് ചെയ്ത് മെഡിക്കൽ ചെക്കപ്പിന് പോകുന്നതാണ് മെഡിക്കൽ. അതായത് നമ്മൾ CBT ഇൻ്റർവ്യൂ എല്ലാം ഫസ്റ്റ് ഡേയിൽ തന്നെ കഴിയും. പിന്നെ മെഡിക്കൽ 2 ദിവസമേ ഉള്ളൂ ആക്ച്വലി. 3-ാമത്തെ ദിവസം ഫുള്ള് നമ്മൾ ഫിറ്റാണോ അൺഫിറ്റാണോ എന്ന് മെഡിക്കൽ ബോർഡ് തീരുമാനിക്കുന്നത്. സോ നമ്മൾ അത് സെക്കൻഡ് ഡേ തന്നെ നമ്മൾ അറിയും നമ്മൾ ഫിറ്റാണോ അൺഫിറ്റാണോന്നും. സോ നമ്മൾ മെഡിക്കലി ഫിറ്റ് ആവുന്നത് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. വെയിറ്റ് കുറയ്ക്കണം. വെയിറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ വെയിറ്റ് കുറവുള്ളവർ വെയിറ്റ് കൂട്ടണം. നമുക്കൊരു ഹൈറ്റിൻ്റെ അതേ റേഞ്ച് BMR ഒക്കെ എടുത്തിട്ട് വേണം നിങ്ങൾ പോകാൻ. നിങ്ങൾ നോർമൽ വെയിറ്റ് ആണോ അതോ ഓവർ വെയിറ്റ് ഉണ്ടോ, ഇച്ചിരി ഒബിസിറ്റി ഉണ്ടോ, അതൊക്കെ ഒന്ന് കുറയ്ക്കുക. കാരണം അവരെങ്ങനെയും ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യാനാണ് നോക്കുന്നുള്ളൂ. ചെറിയ കാര്യങ്ങൾ ECGയിൽ എന്തോ വേരിയേഷൻ വന്നാൽ കുറേ പേര് എലിമിനേറ്റ് ചെയ്തു. അതുപോലെ എക്സ്റേയിൽ വേരിയേഷൻ വന്നവരെ എലിമിനേറ്റ് ചെയ്തു. ഡെൻ്റലി ഫിറ്റാന്ന് നോക്കും. അത് ബൈറ്റിങ്, ഓപ്പൺ ബൈറ്റ്, ഓവർ ബൈറ്റ്, ഇതൊക്കെ അവർ നോക്കും. ഓക്കെ, പോടൊന്നുമില്ല ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ കണ്ണ് റിഫ്രാക്ഷൻ വരെ നോക്കുന്നുണ്ട് അവർ. അതായത് കണ്ണിൻ്റെ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ്. എൻ്റെ കണ്ണ് കുഴപ്പമില്ലായിരുന്നു. എൻ്റെ പവർ ഈസ് 3 to 3.5 ആ റേഞ്ച് ആയിരുന്നു. അത് ഓക്കെ ആക്കി വിടും. എനിക്ക് തോന്നുന്നു അത് കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഫിറ്റ് ആക്കി വിട്ടെ. എവറിത്തിങ് വാസ് ഓക്കെ ദാറ്റ്. അതായത് CBT എക്സാമിൽ എനിക്ക് GK മാത്രമേ ടഫായിട്ട് തോന്നിയുള്ളൂ. GK ബാക്കി ഇംഗ്ലീഷൊക്കെ വെരി സിമ്പിളായിരുന്നു. അതായത് ഈ വൊക്കാബൊക്കെ 2-3 വൊക്കാബ് ചോദിച്ചുള്ളൂ. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ വിടുക. കാരണം നെഗറ്റീവ് 6 മാർക്ക് നെഗറ്റീവാണ്. നിങ്ങൾക്ക് നീറ്റിൽ നല്ല മാർക്കുണ്ടെങ്കിൽ യു ഷുഡ് നിങ്ങൾ സേഫാണ്. നീറ്റിൽ നല്ല മാർക്കും മെഡിക്കലി ഫിറ്റുവാണെങ്കിൽ യു ആർ സേഫ്. നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കിട്ടുമെന്നല്ല, ഞാൻ കിട്ടാനുള്ള ചാൻസിനെ പറ്റി ഞാൻ പറയുന്നത്. ഇറ്റ്സ് വെരി ഹൈ. നീറ്റിൽ നല്ല മാർക്ക് പ്ലസ് CBTയിലും ഇൻ്റർവ്യൂ വാസ് വെരി ഷോർട്ടായിരുന്നു. എന്നോട് ചോദിച്ച ആകെപ്പാട് അതായത് എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിച്ചു, എൻ്റെ ഹോബീസ് ചോദിച്ചു, പിന്നെ പാരാമിലിറ്ററി ആൻഡ് മിലിറ്ററിൻ്റെ ഡിഫറൻസ് ചോദിച്ചു. അല്ലാതെ വേറൊന്നും ചോദിച്ചിട്ടില്ല. സോ ദാറ്റ്സ് വെരി കാഷ്വൽ ഇൻ്റർവ്യൂ. നമ്മളങ്ങനെ ചോദിക്കുന്നത് എൻ്റെ പാനൽ മെമ്പേഴ്സിൽ 5 പേരുണ്ടായിരുന്നു. 5 പേരും വ്യത്യസ്ത ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് ചെക്ക് ചെയ്യുന്ന ഒരു ജസ്റ്റാണ്. അല്ലാതെ നിങ്ങൾ ഇന്ന് മാത്രം അറിവ് ഉണ്ടെന്നൊന്നും ചെക്ക് ചെയ്യാറില്ല. നിങ്ങൾക്കൊരു കാഷ്വൽ ഡ്രസ്സ് വെയർ ചെയ്യാം. അതായത് കാഷ്വൽ അല്ല ഫോമൽ എന്നാണ് അവിടെ കൊടുത്തിരുന്നതും. കുറേ പേര് ചുരിദാറൊക്കെ ഇട്ടിട്ട് വന്നിട്ടവരുണ്ട്. ബട്ട് ബി ഫോമൽ. ഓക്കെ, നമ്മൾ ഷൂ, സോക്സ്, ടൈ ടൈ ഒന്നുമില്ലായിരുന്നു. ഞാൻ ഷർട്ട്, പാൻറ്റ്, സോക്സ്, ഷൂ ഉണ്ടായിരുന്നു. ഞാൻ ഷർട്ട് ഇൻസേർട്ട് ചെയ്തിരിക്കുമായിരുന്നു. ഫോമൽ ഇൻ്റർവ്യൂ പോലെ തന്നെ
ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഗെറ്റപ്പിൽ തന്നെയാണ് ഫസ്റ്റ് ഡേ പോയത്. സെക്കൻഡ് ഡേ ഞാനൊരു നോർമൽ ഡ്രസ്സായിരുന്നു ഇട്ടത്, കാരണം ഫോർ മെഡിക്കലായിരുന്നു. മെഡിക്കലിൽ നമ്മൾ വലിയ ഇൻ്റർവ്യൂ വേണ്ട. തേർഡ് ഡേയും നമ്മൾ നോർമൽ ഡ്രസ്സ് ഇട്ടിട്ട് പോയത്, കാരണം മെഡിക്കൽ ബോർഡ് എന്ന് പറയുമ്പോൾ അവർ നമ്മുടെ നമ്മുടെ ഡ്രസ്സിങ് സെൻസ് ഒന്നും അവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നില്ല, കാരണം ജസ്റ്റ് അവിടെ ഇരിക്കുക, ഫുള്ള് ഇരിക്കുകയായിരുന്നു, രാവിലെ വൈകുന്നേരം വരെ ഇരിക്കുകയായിരുന്നു മൂന്നാമത്തെ ദിവസം. അപ്പം രണ്ടാമത്തെ ദിവസവും മെഡിക്കലായിരുന്നു. മെഡിക്കൽ പറയുമ്പോൾ എന്തൊക്കെ മെഡിക്കൽ വരുമെന്ന് വെച്ചാൽ കണ്ണ്, അതായത് ഐ ടെസ്റ്റ് വരും, ഇയർ, നോസ്, പിന്നെ ഡെൻ്റൽ, അൾട്രാസൗണ്ട്, ECG ആൻഡ് വെയ്റ്റ്, BP, ഗൈനിക്, സർജറി. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള മെഡിക്കൽ ഇത്ര ചെയ്യുന്നുള്ളൂ. അതും വലിയ കാര്യമൊന്നുമല്ല, ലൈക്ക് നമ്മൾ ടെൻഷൻ ആവാതിരിക്കുക, അത്രേ ഉള്ളൂ. മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ ആൻഡ് യുവർ മാർക്സ്, നീഡ് മാർക്സ് പ്ലസ് CBT പ്ലസ് ഇൻ്റർവ്യൂ ആണ് അവർ നോക്കുന്നത്. മെഡിക്കലി ഫിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ തിരഞ്ഞെടുക്കുന്ന വിധമാണ് ഇൻ്റർവ്യൂ, CBT ആൻഡ് നീറ്റ് മാർക്സ്. നീറ്റ് മാർക്സ് കൂടുതലാണെങ്കിൽ യു ഹാവ് എ ചാൻസ് ടു ഗെറ്റ് ദർ, ബട്ട് മെഡിക്കലി ഫിറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ 3 ദിവസം ഞാൻ പരമാവധി ഷോർട്ടായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലായിന്ന്. എനിക്കുണ്ടായ മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞു. ഞാൻ ബ്ലൂ പെൻ ചെയ്തില്ല, പിന്നെ അതുപോലെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തില്ല, എൻ്റെ അഡ്മിറ്റ് കാർഡിൽ 3 സൈൻ ചെയ്തില്ല. ഇത് 3 ചെയ്യണം. 3 ഫോട്ടോയും ഒട്ടിക്കരുത്. പിന്നെ നമുക്ക് പല സ്ഥലത്ത് ഫോട്ടോ ഒട്ടിക്കാനുണ്ട് ഉള്ളതുകൊണ്ട് നമ്മളൊരു അതായത് ഒരു ബ്ലൂ സ്റ്റിക്ക് കൊണ്ടുവന്നത് സേഫ് ആയിരിക്കും. ഒരു ഫയലിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും എടുത്ത് പോകുന്നതായിരിക്കും ബെസ്റ്റ്. പിന്നെ 3 ദിവസം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തേയില്ല, കാരണം ഞാൻ രാവിലെ 6 മണിക്ക് എത്തി, പിന്നെ വൈകുന്നേരം 6 മണിക്ക് ഇറങ്ങിയത്. ആ ഒരു ടൈം വരും, കാരണം നിങ്ങൾ എത്ര കുട്ടികൾ കൂടുന്നോ അത്രയും ടൈം എടുക്കും എല്ലാ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് വരാൻ. സോ ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന്. എനിക്ക് പറ്റിയ മിസ്റ്റേക്സ് എല്ലാം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം.